Hi all, welcome to XNY Class 6 YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. എന്താണ് ഫോട്ടോസിന്തസിസ് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. നമുക്ക് എന്താ നോക്കാം. ആദ്യം എന്താണ് ഫോട്ടോസിന്തസിസ് നോക്കാം. ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് green plants make their own food using sunlight, carbon dioxide and water. എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താണ്, നമ്മളെ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സൺലൈറ്റ് അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ യൂസ് ചെയ്തിട്ട് സൺലൈറ്റിന്റെ പ്രസൻസിൽ അവരുടെ ലീഫിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് സൺലൈറ്റ് അല്ലേ, ലീഫിലേക്ക് സൺലൈറ്റ് എത്തുന്നു, അതേപോലെ തന്നെ ലീഫിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഓക്സിജൻ പുറത്തേക്ക് കളയുന്നുണ്ട്, അവർ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഗ്ലൂക്കോസ് ആണ് എന്ത് അവരുണ്ടാക്കുന്ന ഫുഡ്. എന്താണ്, വാട്ടർ റൂട്ടിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് സപ്ലൈ അല്ലേ. അവർക്ക് സപ്ലൈ എപ്പോഴും എന്താണ് വാട്ടർ റൂട്ടിലൂടെ ഇങ്ങനെ സപ്ലൈ ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ്, ഇങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം ഫോട്ടോസിന്തസിസിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് നോക്കാം. ആദ്യം നടക്കുന്നത് പ്ലാന്റ് ടേക്ക് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ എയർ ത്രൂ ദെയർ ലീവ്സ്. അതായത് ലീവ്സിലൂടെ എന്ത് ചെയ്യും, പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, ആദ്യം കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിലേക്ക് എത്തും. ഇനി റൂട്ട്സ് അബ്സോർബ് വാട്ടർ ഫ്രം ദ സോയിൽ. അതായത് എന്താണ്, റൂട്ട്സ് സോയിൽ എന്ത് ചെയ്യും, വാട്ടർ അബ്സോർബ് ചെയ്യും. സൺലൈറ്റ് ഈസ് ക്യാപ്ചേർഡ് ബൈ ക്ലോറോഫിൽ ഇൻ ദ ലീവ്സ്. അതായത് അവരുടെ ലീഫിൽ എന്തുണ്ട്, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സെൽ ഓർഗനൽ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു പിഗ്മെന്റ് ഉണ്ട്, ഗ്രീൻ കളർ പിഗ്മെന്റ് ഉണ്ട്. അതിന്റെ പേരാണ് എന്ത്, ക്ലോറോഫിൽ. അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, അവര് സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യും അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യും. അതിൻ്റെയും അതാണ് ലീഫിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ്. ഇനി യൂസിങ് സൺലൈറ്റ് പ്ലാന്റ്സ് കൺവേർട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇൻറ്റു ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ. അതായത് ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്താണ്, നമുക്ക് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ വാട്ടറും യൂസ് ചെയ്തിട്ട് അവർ ഉണ്ടാക്കുന്ന ഫുഡ് ഗ്ലൂക്കോസും അതേപോലെ തന്നെ അവർ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സിന്റെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ നോക്കാം. ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് സൺലൈറ്റ് ഉണ്ട്, നമ്മൾ പ്ലാന്റ് ഇവിടെ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിലേക്ക് എത്തുന്നുണ്ട്, ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്, വാട്ടർ എന്തുണ്ട് സോയിൽ നിന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ അകത്ത് എന്താവുന്നുണ്ട്, അവരുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഫുഡായിട്ട് എന്തുണ്ടാവുന്നുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട്. ഇതാണ് എന്ത് ഫോട്ടോസിന്തസിസിൽ നടക്കുന്നത്. ഇനി ഫോട്ടോസിന്തസിസിന്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് നോക്കുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത് നോക്കാം. ഫോട്ടോസിന്തസിസ് ഈസ് എസെൻഷ്യൽ because it provides food and oxygen for all living organisms. നമ്മളെന്താണ്, നമുക്ക് ഇവിടെയുള്ള എല്ലാ ജീവികൾക്കും എന്താണ്, നമുക്ക് ഓക്സിജൻ നിർബന്ധമാണ് അല്ലേ. നമ്മുടെ ലാൻഡിലുള്ള ഒരുപാട് ജീവികൾക്ക് എന്ത് വേണം, ഓക്സിജൻ നിർബന്ധമാണ്. ആ ഓക്സിജൻ നൽകുന്നത് ആരാണ്, പ്ലാന്റ്സ് ലിബറേറ്റ് ചെയ്യുന്ന ഓക്സിജൻ ആണ്. അതേപോലെ തന്നെ എന്താണ്, ഓർഗാനിസത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ആരാണ് സപ്ലൈ ചെയ്യുന്നത്, നമ്മളെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സും അതേപോലെ തന്നെ ചെറിയ ചെറിയ മൈക്രോബിയൽ ആയിട്ടുള്ള ഓർഗാൻസ്, മൈക്രോബിയൽ ആയിട്ടുള്ള ഫൈറ്റോപ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞ ഓർഗാനിസം ആണ്. അപ്പൊ അവരിലൊക്കെ നടക്കുന്നത് എന്താണ്, ഫോട്ടോസിന്തസിസ് ആണ്. അപ്പൊ അവരുടെ ആ ഫോട്ടോസിന്തസിസിന്റെ കേസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഫോട്ടോസിന്തസിസിൽ എന്താണ് ഉണ്ടാവുന്നത്, അവര് നമുക്ക് ഫുഡും തരുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മളുടെ ഗ്യാഷ്യസ് കോമ്പണന്റ് ആയിട്ടുള്ള നമുക്ക് ജീവവായു ആയിട്ടുള്ള ഓക്സിജൻ എന്താണ് നമുക്ക് തരുന്നുണ്ട് അല്ലെ. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഫുഡ് ചെയിൻ. അതെന്താണ് ഫൗണ്ടേഷൻ, അതായത് ഒരു ഫുഡ് ചെയിനിന് താഴെത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസേഴ്സിനാണ് കാണാം. പ്രൊഡ്യൂസേഴ്സിൽ വരുന്നതാണ് എന്ത്, നമ്മുടെ പ്ലാന്റ്സും അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ ഫൈറ്റോപ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ആൾക്കാരൊക്കെ എന്താണ് നമ്മൾ ഫുഡ് ചെയിനിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെയായിട്ട് കാണാൻ പറ്റും. നമുക്ക് എന്താണ്, നമ്മൾ അവരിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് സണ്ണിൽ നിന്ന് എനർജി കിട്ടുന്നില്ല, നമുക്ക് പ്ലാന്റ്സിൽ നിന്നാണ് എന്ത് നമുക്ക് എനർജി കിട്ടുന്നത്. ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഫുഡായിട്ടും ഓക്സിജൻ ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നത് അവരിൽ നിന്നാണ് അല്ലെ. അപ്പൊ അതാണ് എന്ത്, നമ്മൾ ഫോട്ടോസിന്തസിസ് നടക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് അതാണ് നമ്മളിപ്പോ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, നമ്മൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ എന്താണ് നമ്മൾ നോക്കിയത് ഇമ്പോർട്ടൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ചാനൽ 6 നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.